അങ്ങനെ ഈ പെണ്ണും തന്റെ ജോലിക്കാരത്തികളായ മറ്റുള്ളതായ സ്ത്രീകളും വലിയതായ കയറുകൾ ഇങ്ങനെ മടങ്ങി മടങ്ങി നെയ്തുണ്ടാക്കി വലിയതായ ഒരു കയറുണ്ടാക്കുകയാണ്. അങ്ങനെ ഉച്ചവരെ തന്റെ ജോലിക്കാരത്തികളെ പണിക്ക് നിർത്തി ഉച്ചയ്ക്ക് ശേഷം ഈ ഭ്രാന്തിയായ റൈത്ത എന്ന് പറയുന്ന ഈ പെണ്ണ് താൻ ജോലിക്ക് വിളിച്ചതായ പെണ്ണുങ്ങൾക്കൊക്കെ പൈസ കൊടുത്ത് അവരെല്ലാവരും പറഞ്ഞു വിടുകയാണ്. അവരത്ര നേരം നെയ്തുണ്ടാക്കിയതായ ആ കയറ് ഈ ഉച്ചയ്ക്ക് ശേഷം ഈ റൈത്ത എന്ന് പറയുന്നതായ ഈ സ്ത്രീ കാട്ടുന്നതായ പരിപാടി അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. സ്വഹാബ, ഈ മറ്റുള്ളതായ ജോലിക്കാരത്തികൾ സ്ത്രീകൾ എല്ലാവരും പോയി കഴിഞ്ഞാൽ ഈ റൈത്ത എന്ന് പറയുന്ന ഈ ഭ്രാന്തിയായ സ്ത്രീയുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നെയ്തതായ ആ മടഞ്ഞുണ്ടാക്കിയതായ കയറ് അത് പഴയ രൂപത്തിലേക്ക് തന്നെ ആക്കുക. ആ മടഞ്ഞുണ്ടാക്കിയ അത്ര നേരം പരിശ്രമിച്ച് മെനക്കെട്ട് മടഞ്ഞുണ്ടാക്കിയതായ കയറുകൾ അതിങ്ങനെ അതിന്റെ പഴയ രൂപത്തിലേക്ക് തന്നെ ഈ ഭ്രാന്തിയായ പെണ്ണ് കാട്ടുന്നതായ ഒരു ജോലി. ഹബീബിങ്ങളെ, ഇത് വല്ലാത്തൊരു ഹദീസാണ്. ആ ജോലി നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു പോകരുത് എന്ന് ഹബീബുൽ നബി മുഹമ്മദ് മുസ്തഫ. എന്താണ് ആ ജോലി? നമ്മൾ ഈ സാഹചര്യത്തിനോട് ബന്ധിപ്പിച്ച് നോക്കുമ്പോൾ എന്താണ് ആ ജോലി? ഹബീബിങ്ങളെ, ഒരു മാസം നമ്മൾ നെയ്തുണ്ടാക്കി. ഈ ഒരു പരിശുദ്ധമായ റമദാനിൽ ഒരു മാസത്തോളം നമ്മൾ നെയ്തുണ്ടാക്കി. നല്ലതായ ഇബാദത്തുകൾ, നിസ്കാരങ്ങൾ കൊണ്ട്, ദിക്റുകൾ കൊണ്ട്, ഖുർആൻ പാരായണങ്ങൾ കൊണ്ട്, ഇൽമിന്റെ മജ്‌ലിസുകൾ കൊണ്ട്, സ്വലാത്തിന്റെ മജ്‌ലിസുകൾ കൊണ്ട് നമ്മൾ നല്ലതുപോലെ ഒരു കയറ് മെടഞ്ഞുണ്ടാക്കി. ഇനി മറ്റുള്ളതായ മാസങ്ങളിലേക്ക് നമ്മൾ കടക്കുന്ന സമയത്ത് നമ്മൾ ചെയ്തു കൂട്ടിയതായ ആ നന്മകളുടെ കയറിനെ നമ്മൾ പൊട്ടിക്കരുത്. ഹബീബിങ്ങളെ, നമ്മൾ ഉണ്ടാക്കിയതായ ആ സുന്ദരമായ ഇബാദത്തുകളെ നമ്മൾ നിഷ്ഫലമാക്കി കളയരുത്. ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവരുത് എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. റമദാനിൽ എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ മറ്റുള്ള മാസങ്ങളെയും വരവേൽക്കാൻ, ആ മാസങ്ങളെ ഉപയോഗപ്പെടുത്താൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഹബീബികളെ, ഒറ്റ കാര്യം കൂടെ പറഞ്ഞു നിർത്തുകയാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ കിതാബുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. പരിശുദ്ധമായ റമദാൻ മാസത്തിൽ നമ്മൾ ചെയ്ത ഇബാദത്തുകൾ അല്ലാഹു ഖബൂലാക്കിയിട്ടുണ്ടോ എന്ന് ഒരു വിശ്വാസിക്ക് മനസ്സിലാകണമെങ്കിൽ, എനിക്ക് എന്റെ ഇബാദത്തുകൾ അല്ലാഹു ഖബൂലാക്കിയിട്ടുണ്ടോ എന്ന്, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത ഇബാദത്തുകൾ നിങ്ങൾക്ക് അല്ലാഹു ഖബൂലാക്കി തന്നിട്ടുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാകണമെങ്കിൽ, മറ്റുള്ള മാസങ്ങളിലും പരിശുദ്ധമായ റമദാനിൽ ചെയ്ത ആ സൽക്കർമ്മങ്ങൾ നമുക്ക് തുടർത്താൻ കഴിയുന്നുണ്ടോ? കൃത്യമായി ജമാഅത്തിന് പങ്കെടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? മറ്റുള്ള ഇബാദത്തുകൾ നമുക്ക് ഒരു മനുഷ്യനിക്ക് അവന്റെ മനസ്സിലേക്ക് പടച്ചോനെ ഇബാദത്തുകൾ ചെയ്യാനുള്ള ഒരു മാനസിക ഒരു ശേഷി അവന്റെ മനസ്സിലേക്ക് വരുന്നുണ്ടോ? അവന്റെ ഇബാദത്തുകൾ അല്ലാഹു സ്വീകരിച്ചു എന്നതിന്റെ അടയാളമാണ് അത് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ കിതാബിൽ രേഖപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഹബീബിങ്ങളെ, ഈ പരിശുദ്ധമായ റമദാനിൽ നമ്മൾ എങ്ങനെയായിരുന്നോ അതുപോലെ മറ്റുള്ളതായ മാസങ്ങളിലും ആകാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിലൊക്കെ ഈമാനിന്റെ പ്രകാശം അല്ലാഹു ഇട്ട് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഈ പരിശുദ്ധമായ ഈ ദിവസത്തിൽ ധാരാളം സുന്നത്തുകളുണ്ട്. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട സുന്നത്താണ് മുസാഫഹത്ത് ചെയ്യൽ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സലാം പറഞ്ഞ് ആലിംഗനം ചെയ്യൽ, മുസാഫഹത്ത് ചെയ്യൽ എന്നൊക്കെ. ഒരു മനുഷ്യൻ മുസാഫഹത്ത് ചെയ്തു കഴിഞ്ഞാൽ അവന്റെ കൈകളിലൂടെ, അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളിലൂടെ അവൻ ചെയ്തതായ എല്ലാ തെറ്റുകളും അല്ലാഹു ഒഴിപ്പിച്ച് കളയുമെന്ന് ഹബീബുൽ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇനിയുള്ള ദിവസങ്ങളും അങ്ങോട്ട് നല്ലതുപോലെ പ്രവർത്തിക്കാൻ അല്ലാഹു നമുക്കൊക്കെ ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ എല്ലാ കാര്യങ്ങളിലും അല്ലാഹു ഖൈറും ബറകത്തും നൽകി അനുഗ്രഹിക്കട്ടെ.